നമ്മുടെ കയ്യിലുള്ള ബൈക്ക് അത് എത്ര പഴകിയതാണെങ്കിലും വളരെ കുറഞ്ഞ ചെലവിൽ ഇതുപോലെ ചെറിയ വിലക്ക് കിട്ടുന്ന പെയിൻറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലും വെച്ചും മറ്റും ഇതുപോലെ വളരെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. 23 വർഷം മുമ്പ് വാങ്ങിയതും ഞാൻ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ബൈക്കാണിത്. ഏത് തരത്തിലുള്ള ബൈക്കും സ്കൂട്ടറും പാർട്ടുകൾ അഴിച്ചെടുക്കാതെ തന്നെയും നമുക്ക് ഇത് താൽക്കാലികമായി പെയിൻറ്റ് ചെയ്തെടുക്കാം. ഈ ബൈക്കിന് വേണ്ടിയിട്ട് 120 രൂപ വിലക്ക് കിട്ടുന്ന ഒരു റെഡ് കളറിൻ്റെ ബോട്ടിലും ഒരു സ്റ്റീൽ ക്രോം കളർ ബോട്ടിലും 100 മില്ലിഗ്രാം ബ്ലാക്ക് എനാമൽ പെയിൻറ്റും മാത്രം മതി. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കണം. പെയിൻറ്റ് ആവാൻ പാടില്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ പേപ്പർ ടാപ്പോ മറ്റോ വെച്ച് ഒട്ടിച്ച് മറച്ചു വെച്ചാൽ മതി. പേപ്പർ ടാപ്പ് വെച്ച് മറച്ചു വെച്ചതിന് ശേഷം ഒരു കോട്ട് റെഡ് പെയിൻറ്റ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വേണ്ടുന്ന ഏത് കളറും നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്തെടുക്കാം. ഇപ്പോൾ ബൈക്കിൻ്റെ പാർട്ടുകളൊന്നും അഴിച്ചെടുക്കാതെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. നന്നായി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ട് പെയിൻറ്റ് കൂടി സ്പ്രേ ചെയ്യാം. അഴിച്ചു മാറ്റിയതിന് ശേഷം പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പാർട്ടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും കൂടുതൽ നല്ലത്. പെയിൻറ്റ് ചെയ്ത ഭാഗം പൊതിഞ്ഞുകെട്ടി മറച്ചതിന് ശേഷം അടുത്ത ഭാഗം പെയിൻറ്റ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം. ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പെയിൻറ്റിംഗ് ആണിത്. ഇത് വേനൽക്കാലത്ത് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. വളരെ തുച്ഛമായ ചെലവിൽ താൽക്കാലികമായി ചെയ്തെടുക്കാവുന്ന ഒരു പെയിൻറ്റിംഗ് രീതിയാണ് ഇത്. സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ കഴിയാത്ത ഉൾഭാഗങ്ങളിലുള്ള ഇടുങ്ങിയ സ്ഥലങ്ങളിലും മറ്റും എനാമൽ പെയിൻറ്റ് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ടച്ച് ചെയ്ത് കൊടുത്താലും മതി. പെയിൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒട്ടിച്ച് വെച്ച് മറച്ച ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യാം. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പേപ്പർ ടാപ്പുകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇങ്ങനെയുള്ള പേപ്പർ ടാപ്പുകൾ കടകളിൽ നിന്നും ചെറിയ വിലക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇതുപോലെ ബൈക്കുകളും സ്കൂട്ടറുകളും നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഒരു ബൈക്കോ സ്കൂട്ടറോ ഇതുപോലെ ചെലവ് കുറഞ്ഞ തരത്തിൽ നമുക്ക് എങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും.